ഏറ്റവും ആദ്യം ഡോക്ടർ ജി.വി. ഹരി താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത്. പല ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ഒരുപക്ഷെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ആദ്യം ഈ ഫ്ലോറിൽ കണ്ടതാണ്. നമ്മൾ അങ്ങേ കൈരളി തന്നെ ആദ്യം അനുമോദിച്ചതാണ്. പക്ഷേ അന്ന് താങ്കളുടെ മുഖത്ത് ഉണ്ടായിരുന്ന ആ ആത്മവിശ്വാസം ഇപ്പോൾ അതേ പുഞ്ചിരിയോടുകൂടി കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. താങ്കൾക്ക് ചിരി താങ്കളുടെ മുഖത്തുള്ളതാണ്, പക്ഷെ അതിന് കുറവില്ല. എന്നാലും എന്താണ് പ്രതിസന്ധി ഡോക്ടർ ജി.വി. ഹരി? ഒരു പ്രതിസന്ധിയില്ല ഡോക്ടർ ലാൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ നന്നായി പഠനം നടത്തുന്ന ആളാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നോക്കൂ, ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ കേരളത്തിൻ്റെ പിണറായി സർക്കാർ വരുന്നത് നമുക്കറിയാവുന്നതുപോലെ 2016 അപ്പോൾ അത് നമുക്ക് അറിയുന്നതുപോലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് 2016 മെയ് 19 6 ദിവസം കഴിഞ്ഞ് 2016 മെയ് 19 സർക്കാർ അധികാരം ഏൽക്കുന്നത്. ഇത് ആദ്യത്തെ കാര്യമാണ്. അന്ന് വലിയ ചർച്ച കാര്യങ്ങളോ ഇതൊന്നുമില്ല. പക്ഷേ 6 ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാർ വരുന്നത്. ഇനി രണ്ടാം തവണ ഫലം പ്രഖ്യാപിച്ചത് 2021 മെയ് 2 സത്യപ്രതിജ്ഞ നടക്കുന്നത് 2021 മെയ് 20 അതായത് 18 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഇതൊക്കെ പരിശോധിക്കാം, അങ്ങയുടെ ആർക്കൈവ്സിൽ ഇവിടുത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് കേരളം വിട്ട് പുറത്തേക്ക് പോകാം. കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് 2019 മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ 2019 ഒക്ടോബർ 24 അന്ന് ഫലം പ്രഖ്യാപിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നവംബർ 28, 2019. ഏകദേശം 35 ദിവസം വൈകിട്ടാണ് അവിടെ ഈ സത്യപ്രതിജ്ഞ നൽകുന്നത്. താങ്കൾക്ക് അടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കർണാടകയിലാണ്. 2018 മെയ് 15 എച്ച് ഡി കുമാരസ്വാമി അന്ന് ഫലം വരുന്നത് മെയ് 15 2018. മെയ് 23, 2018 അദ്ദേഹം അധികാരം ഏൽക്കുന്നത്. ഇതുപോലെ ഓരോ സ്ഥലത്തും മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഛത്തീസ്ഗഡിൽ ഇതൊക്കെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫലം വന്ന് പിറ്റേ ദിവസം മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ വരുന്നത് ഒരിടത്തുമില്ല. ഇവിടെ കേരളത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ചർച്ചകളുടെ തുടക്കമായിട്ടേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിവിടെ മാത്രമല്ല, ഏത് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ആദ്യം അവിടെ കേന്ദ്ര നിരീക്ഷകരെ നമ്മൾ നിയോഗിക്കും. അവർ കേരളത്തിൽ വരും. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുമായി നിങ്ങളുടെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി, ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ ആരാകണമെന്ന് അവരോട് ആരായും. അവരുടെ ഓരോരുത്തരെയും വ്യക്തിപരമായി കാണും. അതേ പ്രോസസ്സ്, ഒന്നാം ഘട്ട പ്രോസസ്സ് ഇവിടെ നടന്നു കഴിഞ്ഞതിൻ്റെ റിപ്പോർട്ട് അവിടെ പോയി. അപ്പോൾ 3 പേർക്കാണ് ഏറ്റവും കൂടുതൽ MLA-മാർ പറഞ്ഞിരിക്കുന്നത്. 3 പേരുടെ പേരുകളാണ്. ആ 3 പേരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരോട് താല്പര്യമുള്ള ആളുകൾ ഒക്കെ തന്നെ കുറച്ച് അവരുടെ വൈകാരികമായ ചില പ്രകടനങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനമായിട്ട് തന്നെ പാർട്ടി അതിനെ കണ്ടിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, അത് ജില്ലാതലത്തിൽ നിന്ന് താഴെത്തട്ടിൽ ഭാരവാഹികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശദമായ റിപ്പോർട്ട് കൊടുക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ നേതാക്കന്മാരുമായി സംസാരിച്ചതിന് ശേഷം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ അറിയിക്കാം. അത് ഞങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പാർലമെന്ററി പാർട്ടി ആരാണ് ഡോക്ടർ ജി.വി. ഹരി, ഈ കാര്യങ്ങളിൽ ഒന്നും ഇപ്പോൾ തർക്കമില്ല. താങ്കൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത്. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് ഇന്നലെ തന്നെ പറയുമെന്ന് കരുതി, പക്ഷെ അവർ ഇന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് നടക്കുന്നത് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുകയാണ്. തിരിച്ച് അദ്ദേഹം ഡൽഹിയിൽ എത്തുന്നത് എന്നാണ് എന്നുള്ളതനുസരിച്ചായിരിക്കും ഇനിയിപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകുക. അതവിടെ നിൽക്കട്ടെ. പക്ഷേ താങ്കൾ ഒരു കണക്ക് വലിയ രീതിയിൽ പഠിച്ച് ഇവിടെ അവതരിപ്പിച്ചത് കൊണ്ടാണ്, അതെന്തിനായിരുന്നു എന്നുള്ളത് പോലും അത്രമാത്രം താങ്കളെ കൊണ്ട് അത് പഠിപ്പിച്ചത് ഇപ്പോഴുള്ള ഒരു സാഹചര്യമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ കേരളത്തിൽ നടന്ന ചില കാര്യങ്ങൾ താങ്കൾ പറഞ്ഞല്ലോ. 2016 മെയ് 19 റിസൾട്ട് വന്നിട്ട് 6 ദിവസം കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത് എന്നുള്ളത്, നേതാവിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളത്. 2021 കോവിഡ് കാലമാണ്. അന്ന് രണ്ടാമത്തെ ഭരണം വരുന്നതിനകത്ത് ലീഡറെ തിരഞ്ഞെടുക്കാനൊന്നും അതിനകത്ത് അവിടെ താമസം ഉണ്ടായിരുന്നില്ല. സത്യപ്രതിജ്ഞ നടന്നതാണ് മെയ് 20 എന്നുള്ളത് താങ്കൾ ഓർക്കുന്നുണ്ടാകും. അതൊക്കെയാണ് അന്നത്തെ സാഹചര്യം. പക്ഷേ ഇപ്പോഴത്തെ കാര്യം നോക്കൂ, ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. അതെല്ലാം മുഖ്യമന്ത്രി ചർച്ചയായിരുന്നു. ഈ 3 പേരുകളൊക്കെ
സാങ്കേതികമായി 4-ാം തീയതി റിസൾട്ട് വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചർച്ചയായതെങ്കിലും അതിന് മുമ്പ് തന്നെ ഇവിടെ ചർച്ചയായിട്ടുണ്ടല്ലോ. അതും കഴിഞ്ഞ് എന്താണ് ആര് ചർച്ചയാക്കി? മാധ്യമങ്ങൾ ചർച്ചയാക്കി. അല്ല, മാധ്യമങ്ങൾ ചർച്ചയാക്കി. കോൺഗ്രസ് കൂടി ആ ചർച്ചയിൽ പങ്കെടുത്തു. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ കോൺഗ്രസിൽ നടക്കുന്നതാണ്. പക്ഷെ 4-ാം തീയതി കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നതാണ് നല്ല കുട്ടികളാകും നിങ്ങൾ എന്ന് പറഞ്ഞ പാണക്കാട് തങ്ങളെ നിങ്ങളിപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തലയിൽ കൈ വെച്ചിരിക്കുകയാണ്. പല ആളുകളും ഇപ്പോൾ. ലാലെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഒരു ഒറ്റ കാര്യം. എത്രാം തീയതി വരെ ഈ സർക്കാരിന് പുതിയ സർക്കാർ വരാൻ സമയമുണ്ട്? താങ്കൾ അതൊന്ന് പറയാമോ? എത്രാം തീയതി വരെയാണ്? 23-ാം തീയതി വരെ ഉണ്ട്. ആണല്ലോ, 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ. അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പം 23-ന് മുമ്പ് എന്തായാലും മുഖ്യമന്ത്രി ഉണ്ടാവും, സർക്കാർ ഉണ്ടാവും. പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇനി ഒരു അവസരം കൂടി വേണോ? 23 കഴിഞ്ഞ്, ഞാൻ ഈ ഭരണഘടനയിൽ അല്പം പഠിച്ചിട്ടുള്ള ഒരാളാണ്. 23 കഴിഞ്ഞ് നിങ്ങൾക്ക് വേണേൽ അവസരം കിട്ടും. ഭരണഘടനയിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തണോ?